നമസ്കാരം. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ മുതലാളിത്തത്തിന്റെ കാൽക്കീഴിൽ വയ്ക്കുന്ന നിശബ്ദവും മാരകവുമായ വിഷമാണ് കേന്ദ്ര ബജറ്റെന്ന് CPM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ബജറ്റ് കേരളത്തിലേക്ക് എത്തിനോക്കുക പോലും ചെയ്തില്ല. കേരള വിരുദ്ധ കേന്ദ്ര ബജറ്റ് എന്ന തലക്കെട്ടിൽ പാലക്കാട്ട് CITU ജില്ലാ കമ്മിറ്റിയുടെ ബജറ്റ് പ്രഭാഷണം. പട്ടാമ്പിയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ മാനേജരും അസിസ്റ്റന്റ് മാനേജരും അറസ്റ്റിൽ. പിടിയിലായത് ഒറ്റപ്പാലം സ്വദേശി ഹരീഷ്, വിളത്തൂർ സ്വദേശി രജീഷ് എന്നിവർ. ഇരുവരും ചേർന്ന് നടത്തിയത് 77 ലക്ഷം രൂപയുടെ തട്ടിപ്പ്. പാലക്കാട് മുതലമടയിൽ വീട്ടമ്മയുടെ മാല കവർന്ന കേസിൽ കാപ്പ ചുമത്തി നാടുകടത്തിയ പ്രതി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. മലമ്പാമ്പിനെ കൊന്ന് കറിവെച്ച സംഭവത്തിൽ തളിയക്കോണം സ്വദേശിയായ യുവാവ് വനംവകുപ്പിന്റെ പിടിയിൽ. കരാർ നിയമനങ്ങൾക്കെതിരെ തെരുവിലിറങ്ങി ഭരണത്തിലേറിയവർ പിൻവാതിൽ നിയമനത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ചെന്ന് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ കണ്ടീജന്റ് എംപ്ലോയീസ് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി തമ്പി കണ്ണാടൻ. പാലക്കാട്ട് KM&CCEC ജില്ലാ സമ്മേളനം. ശുചീകരണ തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരാക്കണമെന്ന് സമ്മേളനം. അനങ്ങൻമലയിൽ വരോട് മേഖലയിലെ ക്വാറി പ്രവർത്തനത്തിനെതിരെ ഒറ്റപ്പാലം നഗരസഭ സർക്കാരിനെ സമീപിക്കും. വിവിധ വകുപ്പുകൾ നൽകിയ അനുമതി പുനഃപരിശോധിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ കൌൺസിൽ തീരുമാനമെടുത്തത് ഒറ്റക്കെട്ടായി. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി പടരുന്നു. 1.5 മാസത്തിനിടെ ഡെങ്കിപ്പനി ബാധിച്ചത് 50ഓളം പേർക്ക്. 14 പേർ ചികിത്സയിൽ. ബോധവൽക്കരണവും ഫോഗിംഗ് ഉൾപ്പെടെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതയിൽ. പട്ടാമ്പി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കർശന നടപടികളും ക്രമീകരണങ്ങളുമായി പോലീസ്. അനധികൃത പാർക്കിങ്ങിനും വഴിയോര കച്ചവടങ്ങൾക്കുമെതിരെ പിഴ ഉൾപ്പെടെ ശിക്ഷാ നടപടികൾ തുടങ്ങി. ഗതാഗതക്കുരുക്കുണ്ടാക്കുന്ന അനധികൃത വഴിയോര കച്ചവടം അനുവദിക്കില്ലെന്ന് പോലീസ്. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ മുതലാളിത്തത്തിന്റെ കാൽക്കീഴിൽ വയ്ക്കുന്ന നിശബ്ദവും മാരകവുമായ വിഷമാണ് കേന്ദ്ര ബജറ്റെന്ന് CPM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ. CITU പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ബജറ്റ് പ്രഭാഷണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KT കുഞ്ഞിക്കണ്ണൻ. ബജറ്റിൽ നിഴലിച്ചു നിൽക്കുന്നത് NDAയുടെ അധികാര തുടർച്ചാ മോഹമാണെന്നും KT കുഞ്ഞിക്കണ്ണൻ ചൂണ്ടിക്കാട്ടി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്ത ബജറ്റ് കേരളത്തിലേക്ക് എത്തിനോക്കുക പോലും ചെയ്തില്ല. കേരളം ആവശ്യപ്പെട്ട പദ്ധതികൾ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, മുമ്പ് വാഗ്ദാനം ചെയ്ത പദ്ധതികൾ തത്വത്തിൽ ഇല്ലാതാക്കി. കേരളത്തിന്റെ വളർച്ച എങ്ങനെയൊക്കെ തടയാമെന്ന ഗവേഷണവും നടപടികളും വേണ്ട വിധത്തിൽ ബജറ്റിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കേരളത്തിന് കേന്ദ്രം നൽകേണ്ട വിഹിതത്തെക്കുറിച്ച് നിശബ്ദമായ ബജറ്റ് കേന്ദ്രവിഹിതം വരും നാളുകളിൽ കുറയുമെന്ന സൂചനയാണ് നൽകുന്നത്. കേരളത്തിന്റെ ജനകീയ മുഖമായ സഹകരണ സ്ഥാപനങ്ങളെ എങ്ങനെയും തകർക്കുമെന്ന സൂചനയും ബജറ്റിലുണ്ട്. കേരളത്തിന്റെ എല്ലാ മേഖലയെയും അവഗണിച്ച ബജറ്റ് ഇടതു പുരോഗമന ട്രേഡ് യൂണിയൻ സംസ്കാരത്തെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിന്റെ കൂടി ഭാഗമാണെന്നും KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. ജാതിക്കും മതത്തിനും വംശത്തിനും പ്രദേശത്തിനും ഭാഷയ്ക്കൊക്കെ അതീതമായ മനുഷ്യന്റെ ഉദ്ബുദ്ധമായ ഒരു ഉദ്ഘാടനം, അതാണ് ലിബറലിസം. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് മുതലാളിത്ത പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്ന ലിബറലിസം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അതിന് സ്വാതന്ത്ര്യം എന്നൊക്കെ പറയും. ലിബറലിസം വിപണിയിൽ ആരും ഇടപെടാൻ പാടില്ല. അതാണ് ആഡം സ്മിത്ത് പറഞ്ഞത്. കാരണം ആ കാലത്ത് ആഡം സ്മിത്തിന്റെ ഈ 18ാം നൂറ്റാണ്ടിൽ അദ്ദേഹം വെൽത്ത് ഓഫ് നേഷൻ എഴുതുന്ന കാലത്ത് ലോകത്താകെ, പ്രത്യേകിച്ച് യൂറോപ്പിലാകെ, അന്നത്തെ ലോക യൂറോപ്പാണ്, മാർക്സിന്റെ പഠനം വായിച്ചാൽ യൂറോപ്പാണ് പ്രധാനം, യൂറോപ്പ് ആകെ അടക്കി ഭരിച്ചിരുന്നത് പൗരോഹിത്യാധിഷ്ഠിത ഫ്യൂഡൽ രാജാക്കന്മാരായിരുന്നു. CITU ജില്ലാ പ്രസിഡന്റ് PK ശശി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M ഹംസ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V സരള, SB രാജു, TK നൌഷാദ്, TK അച്യുതൻ, L ഇന്ദിര, KK ദിവാകരൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പട്ടാമ്പിയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ മാനേജറും അസിസ്റ്റന്റ് മാനേജരും അറസ്റ്റിൽ. ഒറ്റപ്പാലം സ്വദേശി ഹരീഷ്, വിളത്തൂർ സ്വദേശി രജീഷ് എന്നിവരാണ് പട്ടാമ്പി പോലീസിന്റെ പിടിയിലായത്. സ്ഥാപനത്തിൽ നിന്നും 77,66,800 രൂപയുടെ തട്ടിപ്പാണ് ഇരുവരും ചേർന്ന് നടത്തിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പട്ടാമ്പിയിലെ തേജസ് സൂര്യനിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിലാണ് ഇരുവരും പിടിയിലായത്. ഒറ്റപ്പാലം സ്വദേശി പെരുമ്പ്രയൂർ വീട്ടിൽ 33കാരൻ ഹരീഷ്, വിളത്തൂർ സ്വദേശി മുള്ളന്തൊടി വീട്ടിൽ രജീഷ് എന്നിവരെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. 28/1/2023 മുതൽ 14/5/2024 വരെയുള്ള കാലയളവിൽ ഉപഭോക്താക്കൾ പണയം വെച്ച ഗോൾഡ് ലോണുകളിലെ കണക്കുകളിൽ ക്രമക്കേട് നടത്തിയ ഇനത്തിൽ 72,11,800 രൂപയും 92.5 ഗ്രാം സ്വർണ്ണ ഉരുപ്പടിയിലെ കണക്കിൽ ക്രമക്കേട് നടത്തിയ ഇനത്തിൽ 5,55,000 രൂപയും ഉൾപ്പെടെ ആകെ 76,66,800 രൂപയാണ് ഇരുവരും തട്ടിപ്പ് നടത്തിയത്.
സ്ഥാപന അധികാരികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മാനേജറായ ഹരീഷിനെയും അസിസ്റ്റന്റ് മാനേജറായ രജീഷിനെയും പട്ടാമ്പി പോലീസ് SI K മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. 77,66,800 രൂപ കൈവശപ്പെടുത്തിയെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച പരാതി അത് കേസായിട്ട് രജിസ്റ്റർ ചെയ്യും. പട്ടാമ്പി ക്രൈം നമ്പർ 565 ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള തെളിവ് ശേഖരണവും നടത്തിയിട്ട് പ്രതികളെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പരിശോധിച്ച് ഇനിയും അറസ്റ്റോ നടപടികളോ വേണ്ടതാണെന്നുണ്ടെങ്കിൽ തുടർ അന്വേഷണത്തിലൂടെ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പട്ടാമ്പി പോലീസ് സ്വീകരിക്കുന്നു. പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മുതലമടയിൽ വീട്ടമ്മയുടെ മാല കവർന്ന കേസിൽ കാപ്പ ചുമത്തി നാടുകടത്തിയ പ്രതി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. സത്യമംഗലത്തിനടുത്ത് വെച്ചാണ് കൊല്ലങ്കോട് പോലീസും ഫ്ലൈയിംഗ് സ്ക്വാഡും ചേർന്ന് പ്രതികളെ പിടികൂടിയത്. നേരത്തെ കാപ്പ ചുമത്തപ്പെട്ടിട്ടുള്ള മുതലമട പള്ളത്ത് സുബൈർ 35 വയസ്സ്, പള്ളം പൂളക്കാട്ടിൽ അനസ് 27 വയസ്സ്, ചാപ്പംപള്ളത്തിൽ ജഹാംഗീർ 48 വയസ്സ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതിൽ സുബൈർ നിരവധി തവണ കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട ആളാണ്. സുബൈറിനെതിരെ നേരത്തെ തന്നെ നിരവധി ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നുവെന്ന് കൊല്ലങ്കോട് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുതലമട കാമ്പ്രത്ത് ചെള്ള പള്ളം വില്ലേജ് ഓഫീസിന് പിറകിലായി താമസിക്കുന്ന പറമ്പിക്കുളം കുരിയാർകുറ്റിയൂരിലെ രാജന്റെ ഭാര്യ മഞ്ജുളയുടെ 3.25 പവൻ വരുന്ന സ്വർണ്ണമാല പ്രതികൾ രാത്രി വീട്ടിൽ അതിക്രമിച്ചു കയറി കവർന്നെടുത്തിരുന്നു. മാല പൊട്ടിക്കുന്നതിനിടെ ഉണർന്ന മഞ്ജുളയും ഭർത്താവും പ്രതികളെ കണ്ട് ബഹളം വെച്ചതിനെ തുടർന്ന് പുറത്തു നിർത്തിയിട്ടിരുന്ന കാറിൽ 3 അംഗ സംഘം രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. നന്ദിയോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സ് കൂടിയായ മഞ്ജുളയുടെ പരാതിയിൽ കൊല്ലങ്കോട് ASP സുജിത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. കാറിൽ സഞ്ചരിക്കുകയായിരുന്ന പ്രതികളെ സത്യമംഗലത്തിനടുത്ത് വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് കൊല്ലങ്കോടെത്തിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് ടീമിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ്, സിവിൽ പോലീസ് ഓഫീസർ അബ്ദുള്ള, കൊല്ലങ്കോട് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ P രാജേഷ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മലമ്പാമ്പിനെ കൊന്ന് കറിവെച്ച തളിയക്കോണം സ്വദേശി അറസ്റ്റിൽ. തളിയക്കോണം ബാപ്പുജി സ്റ്റേഡിയത്തിന് സമീപം താമസിക്കുന്ന എലമ്പലക്കാട്ടിൽ 42 വയസ്സുള്ള രാജേഷിനെയാണ് പാലപ്പിള്ളി റേഞ്ച് ഫോറസ്റ്റ് അധികൃതർ പിടികൂടിയത്. പാലപ്പിള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PD രതീഷും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. പാലപ്പിള്ളി റേഞ്ച് ഓഫീസർക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷിന്റെ വീട്ടിൽ പരിശോധന നടത്തിയത്. പ്രതി ആ സമയത്ത് വീട്ടിലില്ലാതിരുന്നതുകൊണ്ട് 40-ാം വാർഡ് മെമ്പർ TK ജയാനന്ദനെ സ്ഥലത്ത് വിളിച്ചു വരുത്തി മെമ്പറുടെ സാന്നിധ്യത്തിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. പരിശോധനയിൽ മലമ്പാമ്പിന്റെ ഇറച്ചി വേവിച്ചു വെച്ചതായി കണ്ടെത്തിയിരുന്നു. മലമ്പാമ്പിന്റെ ഇറച്ചി ശാസ്ത്രീയ പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തുള്ള രാജീവ് ഗാന്ധി ബയോലാബിലേക്ക് അയച്ചിട്ടുണ്ട്. തളിയക്കോണം പാടശേഖരത്തിൽ നിന്നാണ് ഇയാൾ പാമ്പിനെ പിടികൂടിയതെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇരിങ്ങാലക്കുട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്ഥാനത്ത് കരാർ നിയമനങ്ങൾക്കെതിരെ തെരുവിലിറങ്ങി ഭരണത്തിലേറിയവർ പിൻവാതിൽ നിയമനത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ചെന്ന് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ കണ്ടീജന്റ് എംപ്ലോയീസ് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി തമ്പി കണ്ണാടൻ. പാലക്കാട്ട് KM ആൻഡ് CCEC ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നൂറുകണക്കിന് ഒഴിവുകളാണ് ശുചീകരണ മേഖലയിലുള്ളത്. നിരവധി വിനോദയാത്ര നടത്തിയ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ശുചീകരണത്തിലെ വിദേശ മാതൃകകൾ എന്തുകൊണ്ട് നടപ്പിലാക്കാൻ തയ്യാറാവുന്നില്ലെന്ന് വ്യക്തമാക്കണം. സെക്രട്ടേറിയറ്റിലെയും സർക്കാർ ഓഫീസുകളിലെയും ആക്രി കടത്താൻ പോലും കേരളത്തിൽ മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട്. കരാർവൽക്കരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും പിന്നാലെ പായുന്ന സർക്കാർ ശുചീകരണ തൊഴിലാളികളെ പോലും അവഗണിക്കുകയാണ്. സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ മാവേലിക്കരയിലെ മുൻ MLA ആണ് ഇതിന്റെ പ്രസിഡന്റ് രമേശ് ഉൾപ്പെടെയുള്ള കരുത്തരായ നേതൃത്വം നിങ്ങൾക്കുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൈനംദിന ജീവിതത്തിന്, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്, മാന്യമായ വിദ്യാഭ്യാസത്തിന്, താമസത്തിന് യോജിക്കുന്ന വിധത്തിൽ നമ്മൾ മാർക്കറ്റിൽ ചെന്നാൽ നമ്മളെക്കാൾ കൂടുതൽ ശമ്പളം കൊടുത്ത് വാങ്ങിക്കുന്ന ആളുകളുടെ നിലവാരത്തിൽ വിലയിട്ടിരിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കാനും അവർക്കൊപ്പം മനുഷ്യനായി ജീവിക്കുവാനുമുള്ള വേതനം നമുക്കുണ്ടാകുക, നമ്മുടെ ജോലിക്ക് സുരക്ഷിതം ഉണ്ടാകുക, ഇതെല്ലാമാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം.
ശുചീകരണ തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരാക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുക, ഒഴിവുകൾ നികത്തി ആധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കുക, ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. KM&CCCEC ജില്ലാ പ്രസിഡന്റ് മനോജ് ചിങ്ങന്നൂർ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, INTUC ജില്ലാ പ്രസിഡന്റ് SK അനന്തകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി K. അയ്യപ്പൻ, കൗൺസിലർമാരായ A. കൃഷ്ണൻ, സാജോ ജോൺ, സംഘടനാ ഭാരവാഹികളായ K. മധു, K. കൃഷ്ണകുമാർ, PN രമേശ്, PR സുരേഷ്, NK ജയരാജ്, വേണുഗോപാൽ, സുബ്രഹ്മണ്യൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അനങ്ങന്മലയിൽ വരോട് മേഖലയിലെ ക്വാറി പ്രവർത്തനത്തിനെതിരെ സർക്കാരിനെ സമീപിക്കാൻ ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. വിവിധ വകുപ്പുകൾ നൽകിയ അനുമതി പുനഃപരിശോധിക്കണമെന്ന് നഗരസഭ സർക്കാരിനോട് ആവശ്യപ്പെടും. വനമേഖലയിൽ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടലിന്റെയും മലയിടിച്ചിലിന്റെയും പശ്ചാത്തലത്തിലാണ് വരോട് അനങ്ങന്മലയുടെ താഴ്വാരത്ത് പ്രവർത്തിക്കുന്ന ഡാർക്ക് സ്റ്റോൺ ക്വാറിയുടെ പ്രവർത്തനത്തിന് വിവിധ വകുപ്പുകൾ നൽകിയ അനുമതി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കാൻ ഒറ്റപ്പാലം നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചത്. CPM കൗൺസിലർ K. അബ്ദുൽ നാസറും BJP കൗൺസിലർ C. സജിത്തുമാണ് വിഷയം കൗൺസിൽ യോഗത്തിൽ ഉന്നയിച്ചത്. തുടർന്ന് എല്ലാ കൗൺസിലർമാരും വിഷയം ഏറ്റെടുക്കുകയായിരുന്നു. 36 കൗൺസിലർമാരും തീരുമാനത്തെ അനുകൂലിച്ചു. ഒറ്റപ്പാലം നഗരസഭാ പ്രദേശത്ത് ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്നതും പ്രവർത്തനാനുമതി തേടിയുള്ള കരിങ്കൽ കോറികളുടെ പ്രവർത്തനം ജനജീവിതം ദുസ്സഹമാക്കുന്നതും മറ്റൊരു വയനാട് ആവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അനങ്ങന്മലയിലും കിത്തിയന്മലയിലും കഴിഞ്ഞ പ്രളയ സമയത്ത് ഉരുൾപൊട്ടലുകൾ സംഭവിക്കുകയും മണ്ണിടിച്ചിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിസ്ഥിതി സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായവരും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ ബാധ്യതപ്പെട്ടവർ കൂടിയാണ് ഒറ്റപ്പാലം നഗരസഭ. ചർച്ചയ്ക്കൊടുവിൽ ക്വാറിയുടെ പ്രവർത്തനം വിവിധ വകുപ്പുകൾ നൽകിയ അനുമതികൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഗവൺമെന്റിനെ സമീപിക്കാൻ തീരുമാനമായി. നേരത്തെയും ക്വാറിക്ക് ലൈസൻസ് നൽകേണ്ടതില്ലെന്ന് കൗൺസിൽ യോഗത്തിൽ തീരുമാനമുണ്ടായതാണ്. ഇതിനെതിരെ ക്വാറി ഉടമ ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ സമ്പാദിച്ചിരുന്നു. ഒറ്റപ്പാലം നഗരസഭ 1-ാം വാർഡിലെയും 2-ാം വാർഡിലെയും 600-ൽ പരം കുടുംബങ്ങളെ നേരിട്ടും വരോട് മേഖലയിൽ 4000-ഓളം ജനങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന ക്വാറി പ്രവർത്തനമാണ് അനങ്ങന്മലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭ 1-ാം വാർഡിലെ ക്വാറി അനങ്ങന്മലയിൽ സെമി ഹസാർഡ് സോണായി പ്രഖ്യാപിച്ച സ്ഥലത്ത് നിന്ന് 15 മീറ്റർ അകലെയാണ് പ്രവർത്തിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ 4.75 ഹെക്ടർ സ്ഥലത്താണ് ക്വാറിയുടെ പ്രവർത്തനം. അടുത്ത ദിവസം തന്നെ കൗൺസിൽ തീരുമാനം സർക്കാരിനെ അറിയിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി പറഞ്ഞു. ക്വാറി പ്രവർത്തനത്തിനെതിരെ ജനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് വൈസ് ചെയർമാൻ K. രാജേഷ് അറിയിച്ചു. നഗരസഭാ കൗൺസിൽ എടുത്ത തീരുമാനം അനധികൃതമായോ ജനങ്ങളുടെ ആശങ്കയുള്ളതോ ജനങ്ങൾക്ക് ഭീഷണിയുള്ളതോ ആയിട്ടുള്ള ക്വാറിയുടെ പ്രവർത്തനം നടത്തരുത് എന്ന് ഏകകണ്ഠമായി എടുത്ത കൗൺസിലാണ് ഈ കൗൺസിൽ. അതിപ്പോഴും ആ നിലപാടിൽ നിൽക്കാം. പക്ഷേ ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറിയാണ് ലൈസൻസ് കൊടുത്തിട്ടുള്ളത്. ആ ലൈസൻസ് കൊടുത്തതിനെതിരെയാണ് നഗരസഭാ സെക്രട്ടറി കൊടുത്ത ലൈസൻസ് കൊടുത്തതിനെതിരെയാണ് ഇവിടെ കൗൺസിൽ പ്രമേയം പാസാക്കിയത്. ആ പ്രമേയം ഗവൺമെന്റ് അംഗീകരിച്ചില്ല. കാരണം നേരത്തെ ഇവിടെ പറഞ്ഞു നമുക്ക് അപ്പീൽ കൊടുക്കൂടെ. എങ്ങനെ കൊടുക്കും? ഇതിന്റെ അനുമതി കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ എത്രയുണ്ട്? ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കർശന നടപടികളും ക്രമീകരണങ്ങളുമായി പട്ടാമ്പി പോലീസ്. അനധികൃത പാർക്കിങ്ങിനും കച്ചവടങ്ങൾക്കുമെതിരെ പിഴ അടക്കമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. ഇതോടൊപ്പം പാതയോരത്ത് ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കുന്ന തരത്തിലും അനുവാദമില്ലാത്ത സ്ഥലങ്ങളിലും നടത്തുന്ന കച്ചവടങ്ങൾക്കുമെതിരെയും നടപടി സ്വീകരിക്കും. പട്ടാമ്പി നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനും ജനങ്ങൾക്ക് മികച്ച യാത്രാ സൗകര്യം ഒരുക്കാനുമുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ കർശന നടപടികൾ ആരംഭിച്ചത്. നഗരത്തിൽ അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു തുടങ്ങി. ഇതോടൊപ്പം പാതയോരത്ത് ഗതാഗതക്കുരുക്കുണ്ടാകുന്ന തരത്തിലും അനുവാദമില്ലാത്ത സ്ഥലങ്ങളിലും നടത്തുന്ന കച്ചവടങ്ങൾക്കെതിരെയും നടപടി സ്വീകരിക്കുമെന്ന് പട്ടാമ്പി പോലീസ് സബ് ഇൻസ്പെക്ടർ K. മണികണ്ഠൻ പറഞ്ഞു. നിലവിൽ പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ ആധിക്യം ഒരു വലിയ ട്രാഫിക് പ്രശ്നങ്ങൾക്ക് കാരണമാറുണ്ട്. ട്രാഫിക് പ്രശ്നങ്ങൾ അത് പരിഹരിക്കുന്നതിനായിട്ട് പട്ടാമ്പി പോലീസ് ചില നടപടികളെടുത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒബ്സ്ട്രക്റ്റീവായിട്ടുള്ള പാർക്കിംഗ്, റോഡ് സൈഡിൽ അനധികൃതമായി നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ, അനധികൃതമായിട്ടുള്ള കച്ചവടങ്ങൾ, അതുപോലെ തന്നെ അനധികൃതമായിട്ടുള്ള
സ്ഥാപനങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തോടുകൂടി മുനിസിപ്പാലിറ്റിയുടെയൊക്കെ സഹകരണത്തോടുകൂടി തന്നെ മാറ്റിക്കൊണ്ടും ജനങ്ങളുടെ സുഗമമായിട്ടുള്ള ഒരു യാത്രയ്ക്ക് വാഹന ഗതാഗതത്തിന് സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയാണ് പട്ടാമ്പി പോലീസ് ഇത്തരത്തിലുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓണം അടുത്തു വരുന്ന സാഹചര്യത്തിൽ പട്ടാമ്പി നഗരത്തിലെ തിരക്കും വർദ്ധിക്കും. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനും ജനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനും വേണ്ട സൗകര്യങ്ങൾ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുമായി ചേർന്ന് നടപ്പാക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിൽ 14 പേർക്ക് ഡെങ്കിപ്പനി. പ്രദേശത്ത് ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ 1.5 മാസത്തിനിടെ പ്രദേശത്ത് ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണം 50-നടുത്തെത്തി. ബോധവൽക്കരണവും ഫോഗിംഗ് അടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പും സജീവമായി രംഗത്തുണ്ട്. തൃശൂർ ജില്ലയിൽ ഡെങ്കിപ്പനി കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രദേശമാണ് അരിമ്പൂർ പഞ്ചായത്ത്. 1.5 മാസത്തിനിടെ 34 പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചിരുന്നു. ഇതിൽ ഭൂരിപക്ഷം പേർക്കും പുറമേ നിന്നുള്ള സമ്പർക്കത്തിലാണ് പനി ബാധിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലെ 6-9 വാർഡുകളിലാണ് കൂടുതൽ പേർക്ക് ഡെങ്കിപ്പനി കണ്ടെത്തിയത്. കൂടാതെ ഇപ്പോൾ ഡെങ്കിപ്പനി ബാധിച്ചത് 14 പേർക്കാണ്. വെള്ളം കെട്ടിനിൽക്കുന്നതാണ് കൊതുകുകൾ പെരുകാൻ കാരണമാകുന്നതെന്നും ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും അരിമ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ദീപക് മേനോൻ പറഞ്ഞു. കൂടാതെ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാടുകൾ കൊതുക് ഫ്രീ ആയിട്ട് സൂക്ഷിക്കാനുള്ള ആക്റ്റീവായിട്ടുള്ള ശ്രമം ഓരോരുത്തരുടെ പക്കൽ നിന്നും ഉണ്ടാവേണ്ട സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടം വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, കാട് പിടിച്ച സാഹചര്യം ഉണ്ടെങ്കിൽ, അതുപോലെ കൊതുകുകൾക്ക് പ്രചരണം നടത്താനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ടെങ്കിൽ അതെല്ലാം ത്വരിതഗതിയിൽ വൃത്തിയാക്കി അവനവൻ്റെയും ബാക്കി നമ്മുടെ ചുറ്റുവട്ടമുള്ള ആൾക്കാരുടെയും ആരോഗ്യം സംരക്ഷിക്കാനുള്ള നടപടികൾ എല്ലാവരും സത്വരമായി കൈക്കൊള്ളുന്നു. ആർക്കും ഡെങ്കിപ്പനി മൂലം ഗുരുതരാവസ്ഥ ഉണ്ടായിട്ടില്ല. ഡെങ്കിപ്പനി ബാധിച്ചവർക്കെല്ലാം ചികിത്സ നൽകി. ഒരാളെ മാത്രമാണ് പ്ലേറ്റ്ലെറ്റ് കുറഞ്ഞ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായത്. അരിമ്പൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരും ഹെൽത്ത് ഇൻസ്പെക്ടറും അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ജാഗരൂകരാണ്. പരിസര മലിനീകരണം, വെള്ളം തളം കെട്ടി നിൽക്കുന്നത്, കാട് പിടിച്ചു കിടക്കുന്ന പ്രദേശങ്ങൾ തുടങ്ങിയവ കൊതുകുകൾ വളരാൻ ഇടയാക്കുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാനായി ആരോഗ്യവകുപ്പ് അധികൃതർ വീടുകളിലെത്തി ഫോഗിംഗ് അടക്കമുള്ള പരിപാടിയിലേക്ക് അടിയന്തര ശ്രദ്ധ ചെലുത്തിക്കഴിഞ്ഞതായി ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ശങ്കർ പറഞ്ഞു. അതുമാതിരി മറ്റേ തൊഴിലുറപ്പ് ഇവരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ വാർഡുകളിലും വെക്ടർ ഈ കൊതുക് വരുന്ന ഭാഗങ്ങൾ കൂത്താടികളെ നശിപ്പിച്ചു കളഞ്ഞു. പൊതുവെ എല്ലാം കഴിഞ്ഞു. ഇപ്പൊ അദ്ദേഹത്തിനെ കൊല്ലാനായിട്ടാണ് നമ്മളിപ്പോ ഫോഗിങ് എല്ലാ വാർഡുകളിലും പോയി നടന്നുകൊണ്ടിരിക്കുക. ഒരു ഭാഗത്തും ലൂസായിട്ട് പോണില്ല. കേസുകൾ എവിടെയുണ്ടെങ്കിലും അവിടെ ഒക്കെ ഫോഗിങ് ചെയ്തോളാൻ പഞ്ചായത്ത് നമുക്ക് കൈ നിറച്ച് കാര്യങ്ങൾ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തൃശൂർ. കോട്ടായി കരിയങ്കോട് പ്രദേശത്തെ മലമ്പുഴ കനാലിലൂടെ മലിനജലം ഒഴുകിയെത്തിയത് കനാൽ ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ചു. കാർഷിക ആവശ്യങ്ങൾക്കായി മലമ്പുഴ ഡാമിൽ നിന്ന് കനാലിലേക്ക് വെള്ളം തുറന്നുവിടുമ്പോൾ കനാലിൽ അടിഞ്ഞുകൂടിയ പാഴ്വസ്തുക്കൾ മൂലം കനാലിലെ ഒഴുക്ക് തടസ്സപ്പെട്ട് കനാൽ വെള്ളം പാഴാകുന്ന അവസ്ഥയുണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശത്തെ കർഷകർ. മലമ്പുഴ ഇറിഗേഷന്റെ പരിധിയിലുള്ള ഈ കനാലിന് അടുത്ത കാലത്തായിട്ട് മണ്ണ് വന്ന് അടിഞ്ഞ് വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്കിന് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ സദേൺ ഇൻസ്പെക്ടർ പോലുള്ള കമ്പനികളിൽ നിന്ന് റോഡ് പണിക്ക് വന്ന JCB മണ്ണ് വലിച്ച് ആ കനാലിൻ്റെ വെള്ളത്തിൻ്റെ ഗതി മാറ്റിയതുകൊണ്ട് ആ ഒഴുക്ക് നേരെ വന്ന് ഈ കനാലിലേക്കാണ് വന്ന് വീഴുന്നത്. ഇപ്പോൾ നിലവിൽ മണൽ അടിഞ്ഞ് അഥവാ ഇനി 100 കണക്കിന് ഹെക്ടർ സ്ഥലങ്ങളിലേക്ക് വരുന്ന ജലസേചനത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുകയും കനാൽ മോശമായി കിടക്കുകയാണ്. സോഷ്യൽ ഫോറസ്ട്രി നടപ്പാക്കുന്ന വിവിധ ഹരിതവൽക്കരണ പദ്ധതികൾക്ക് പാലക്കാട്ട് തുടക്കമായി. സോഷ്യൽ ഫോറസ്ട്രി സെൻട്രൽ റീജിയൻ ഫോറസ്റ്റ് കൺസർവേറ്റർ N. ഇന്ദു വിജയൻ IFS പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വനവൽക്കരണത്തിന്റെയും അതുപോലെ നമ്മുടെ നിലവിലുള്ള വനങ്ങളെ സംരക്ഷിക്കുന്നതിന്റെയും ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. നിങ്ങളുടെ സ്കൂളിൽ തൊട്ട് എല്ലാ ഇമ്പോർട്ടന്റ് ഡേയ്സിന്റെ ആചരണവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇഷ്ടംപോലെ നിങ്ങൾ ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചൊക്കെ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ കരിക്കുലത്തിന്റെ ഭാഗമായിരിക്കും. എല്ലാവർക്കും അറിയാവുന്ന ചടങ്ങിൽ വണിക വൈശ്യ ട്രസ്റ്റ് സെക്രട്ടറി S. കുട്ടപ്പൻ ചെട്ടിയാർ അധ്യക്ഷത വഹിച്ചു. സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ NT സിബിൻ പദ്ധതി വിശദീകരിച്ചു. ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ് ഡെപ്യൂട്ടി മാനേജർ PN ഉണ്ണികൃഷ്ണൻ, അർജുനൻ മാസ്റ്റർ, ഡോക്ടർ VK സുധാകരൻ, VJ അശ്വിനി,
അരവിന്ദ്, ആർ ഷീജ, ഡോക്ടർ പി രാമചന്ദ്രൻ, രാജമാണിക്യം, ജിയാസ് ജമാലുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ വിവിധ വകുപ്പുകളും സ്ഥാപനങ്ങളുമായി സഹകരിച്ച് 15,000 വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കും. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അഹല്യ ഫൗണ്ടേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ ലിമിറ്റഡ്, കേരള റോഡ് ഫണ്ട് ബോർഡ്, നവകേരള മിഷൻ എന്നീ സ്ഥാപനങ്ങളും നിരവധി വിദ്യാലയങ്ങളും പദ്ധതിയുമായി സഹകരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീടിനായി കാത്തിരിക്കുന്നവരുടെ ആശങ്ക അകറ്റാൻ നടപടിയുണ്ടാകണമെന്ന് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ്. ഭരണസമിതി ആദ്യഘട്ടത്തിൽ പുറത്തിറക്കിയ ലിസ്റ്റിലുള്ളവർക്ക് വീട് നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവസാന ഘട്ടത്തിൽ പുതിയ ലിസ്റ്റ് പുറത്തിറക്കി ജനോപദ്രവം തുടരുകയാണെന്ന് VM അൻവർ സാദിഖ് മണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭരണസമിതി പുറത്തിറക്കിയ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും 1.5 വർഷം കൊണ്ട് മുഴുവൻ വീടുകളും പൂർത്തീകരിച്ച് നൽകുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പറഞ്ഞു. മണ്ണൂർ പഞ്ചായത്തിലെ മിക്ക കുടുംബങ്ങളും പൊളിഞ്ഞു വീഴാറായ വീടുകളിലും താൽക്കാലിക ഷെഡിലുമാണ് 4 വർഷത്തോളമായി കഴിഞ്ഞുകൂടുന്നത്. ജനറൽ ലിസ്റ്റിൽ 204 പേരിൽ 13 പേർക്കാണ് വീട് നൽകാനായത്. SC വിഭാഗത്തിൽ 75 പേരിൽ 25 പേർക്കാണ് വീടായത്. സ്ഥലവും വീടുമില്ലാത്ത 99 പേരുടെ ജനറൽ ലിസ്റ്റിൽ 12 പേർക്ക് സ്ഥലം കിട്ടിയതാണ് കണക്ക്. വീട് ലഭിക്കുമോ എന്ന ആശങ്കയിലായവരുടെ ആശങ്ക അകറ്റാൻ ഭരണസമിതിക്ക് സാധിക്കണം. പഞ്ചായത്തുകളും അധികാര കേന്ദ്രങ്ങളും കയറിയിറങ്ങി വലയുകയാണ് ഇവർ. ലൈഫ് ലിസ്റ്റിൽ ഇടം നേടിയവരുടെ ആശങ്ക അകറ്റാൻ ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ലൈഫ് ഉപഭോക്താക്കളെ സംഘടിപ്പിച്ച് സമരം സംഘടിപ്പിക്കുമെന്നും അൻവർ സാദിഖ് പറഞ്ഞു. പഞ്ചായത്തുകൾ കയറിയിറങ്ങി BOനെയും അതുപോലുള്ള ഉദ്യോഗസ്ഥരെയും കാണാൻ വേണ്ടി അവർ നെട്ടോട്ടം ഓടുകയാണ്, എന്തു ചെയ്യുമെന്നറിയാതെ. ശക്തമായ മഴയത്ത്, അതുപോലെ തന്നെ കഴിഞ്ഞ ശക്തമായ ചൂടുള്ള സമയത്ത് എല്ലാം അവർ ബുദ്ധിമുട്ടുകയാണ്. ഒരു ഷെഡിൽ പെൺകുട്ടികൾ അടക്കമുള്ളവർ ഒന്നിച്ച് കഴിയുന്ന ഒരുപാട് രക്ഷിതാക്കളുടെ വേദന കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു ഭരണാധികാരിക്കും കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാരിന്റെ സാമ്പത്തിക പ്രയാസം മൂലമാണ് സർക്കാർ ഫണ്ടുകൾ കൃത്യമായി ലഭിക്കാതിരുന്നതെന്നും മണ്ണൂർ പഞ്ചായത്ത് ഭരണസമിതി സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായ ഹെഡ്കോയിൽ നിന്നും 1.5 കോടി രൂപ വായ്പ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 69 ലക്ഷം രൂപ എഗ്രിമെന്റ് വെച്ചതായും മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത പറഞ്ഞു. കൂടാതെ പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ഫണ്ടുകളും ഇതിനായി ഉപയോഗിക്കും. ലൈഫ് ലിസ്റ്റിൽ ഇടം നേടിയവർ ആരും ആശങ്കപ്പെടേണ്ടതില്ലെന്നും 1.5 വർഷം കൊണ്ട് മുഴുവൻ വീടുകളും പൂർത്തീകരിച്ച് നൽകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതിയിൽ ഇടം നേടിയ 279 വീടുകളിൽ 38ഓളം വീടുകൾക്ക് അനുമതി നൽകി കഴിഞ്ഞു. 25 വീടുകൾക്ക് കൂടി 2 ദിവസത്തിനകം എഗ്രിമെന്റ് ചെയ്തു നൽകുമെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. 2-3 വർഷങ്ങളായിട്ട് ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രയാസം മൂലം ഫണ്ട് ലഭിക്കുന്നതിൽ നമുക്ക് കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിലും കുറച്ച് ആളുകൾക്ക് മാത്രമാണ് നമുക്ക് തുക അനുവദിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി തന്നെ കൂടുതൽ ആളുകൾക്ക് വീട് വയ്ക്കാനുള്ള പൈസ കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഹെഡ്കോയുമായി ലോൺ എടുക്കുന്നതിന് വേണ്ടി ഈ മെമ്പർ അടക്കമുള്ള ആളുകൾ ഉൾപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് നേരിട്ട് കൊണ്ടുപോയി ഈ വായ്പയ്ക്കുള്ള അപേക്ഷ അവിടെ സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വടക്കാഞ്ചേരിയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. കഴിഞ്ഞ രാത്രി റെയിൽവേ ഓവർബ്രിഡ്ജിലേക്കുള്ള അപ്രോച്ച് റോഡിലായിരുന്നു അപകടം. ലോറിയെ മറികടക്കുന്നതിനിടയിൽ ബസിന്റെ പിൻഭാഗം ലോറിയുടെ മുന്നിൽ ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി അപ്രോച്ച് റോഡിന്റെ ഇടതുവശത്തുള്ള മലയിലെ പാറയിലേക്ക് ഇടിച്ചുകയറി. അപകടത്തെ തുടർന്ന് പാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാങ്കുറിശ്ശി AUP സ്കൂളിൽ 2024-25 അധ്യയന വർഷത്തെ ആയോധന കളരി ക്ലാസിന് തുടക്കമായി. മങ്കര പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ K. വിജയൻ ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാട് CVN കളരിയിലെ മുരളീധരൻ ഗുരുക്കളുടെ നേതൃത്വത്തിലാണ് ആയോധന കളരി ക്ലാസ് നടക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് കളരി അഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഗുരുക്കൾ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു നൽകി. ചടങ്ങിൽ സ്കൂൾ മാനേജർ VR വിജയകുമാർ അധ്യക്ഷനായി. ഹെഡ്മാസ്റ്റർ MD പ്രകാശൻ,
സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മങ്കട സ്റ്റേഷൻ ASI ഉഷ, അധ്യാപകരായ രാജീവ് മാസ്റ്റർ, സജി ടീച്ചർ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. മുരളീധരൻ ഗുരുക്കൾ, ഹേമന്ത് മാസ്റ്റർ എന്നിവരാണ് കളരി അധ്യയനം നയിക്കുന്നത്. കളരി പഠിച്ച കുട്ടികളുടെ പരിശീലന കാഴ്ചയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. സ്കൂളുകളിലെ അറബിക് പഠനത്തിന്റെ മികവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ട് പറളി ഉപജില്ലാ അക്കാദമിക് കോംപ്ലക്സ് സംഘടിപ്പിച്ചു. പറളി BRCയിൽ സംഘടിപ്പിച്ച പരിപാടി പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുമായി യോജിച്ച് കഴിയുന്നവരാണ് അധ്യാപകർ എന്ന കാര്യത്തിൽ തർക്കമില്ല. രാവിലെ 10 മണി മുതൽ 4 മണി വരെ കുട്ടികൾ അവർക്കാണ് കിട്ടുക. രക്ഷിതാക്കൾക്ക് വളരെ ചുരുങ്ങിയ സമയമാണ്. രാവിലെ സ്കൂൾ കാലത്ത് വരുമ്പോഴും ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ വരുമ്പോഴാണ് കിട്ടുക. അത് തന്നെ അവർ കളിക്കാനും അവരുടെ വിവിധങ്ങളായ എൻ്റർടൈൻമെൻറ്റിനൊക്കെ തന്നെ അവർ പോകുമ്പോൾ വളരെ ചുരുങ്ങിയ സമയമാണ് രക്ഷിതാക്കൾ കിട്ടുക. അപ്പോൾ കുട്ടികളുടെ അവരുടെ എന്താ പറയുക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ, അവരെ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാൻ. ചടങ്ങിൽ അബൂബക്കർ അരിയൂർ അധ്യക്ഷനായി. സംസ്ഥാന അധ്യാപക മത്സരത്തിൽ വിജയിച്ച സബ് ജില്ലയിലെ അധ്യാപകരെയും വയനാട് ദുരിതാശ്വാസ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ച നൌഷാദ് ആലവിയെയും ആദരിച്ചു. AEO ബിന്ദു ടീച്ചർ, BPO അജിത്, അബ്ദുൽ ഹക്കീം, അബ്ദുൾ റബ്, അബ്ദുൽ കബീർ, അബ്ദുൾ റിയാസ്, അബ്ദുൾ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വയനാടിന്റെ പുനരുജ്ജീവനത്തിനായി കൈകോർത്ത് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരുജ്ജീവനത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ കൈമാറി. 5 ലക്ഷം രൂപയുടെ ചെക്ക് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീനയിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഏറ്റുവാങ്ങി. വളരെ വേഗം തന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയ തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നടപടിയെ മന്ത്രി അഭിനന്ദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ബ്ലോക്ക് അംഗങ്ങളായ PV പ്രിയ, ഷെറീന, K ബാലകൃഷ്ണൻ, ശ്രീലത, GEO പ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വയനാടിന് കരുതലാകാൻ സർക്കാർ ജീവനക്കാർ ഒരുമിച്ചിറങ്ങണമെന്ന് NGO യൂണിയൻ പാലക്കാട് ടൗൺ ഏരിയ ജനറൽ ബോഡി യോഗം അഭ്യർത്ഥിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി K സന്തോഷ് കുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ കണക്കുപോലും തിട്ടപ്പെടുത്താൻ കഴിയാത്ത ദുഃഖകരമായ അവസ്ഥയിലും ഇതിനെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തത് പ്രതിഷേധാർഹമാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി K സന്തോഷ് കുമാർ പറഞ്ഞു. വയനാട്ടിൽ NGO യൂണിയൻ ജാഗ്രതയോടെ രംഗത്തുണ്ടാകും. കോഴിക്കോട് ബീച്ച് കടപ്പുറത്ത് വെച്ച് പൊതുസമ്മേളന നഗരിയിൽ വെച്ച് കോഴിക്കോടിൻ്റെ ബഹുമാനപ്പെട്ട മേയർ ബീന ഫിലിപ്പ് സമ്മേളനത്തിന് ഔപചാരികമായ പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. ജീവനക്കാരുടെ അവകാശങ്ങൾ ഉന്നയിച്ച് സെപ്റ്റംബർ 3 നടത്തുന്ന കളക്ടറേറ്റ് മാർച്ചും ധർണയും വിജയിപ്പിക്കാനും ജനറൽ ബോഡി യോഗം തീരുമാനിച്ചു. AK മുരുകദാസ്, K പ്രസാദ്, ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് ശേഷം തിരിച്ചെത്തിയ 10ഓളം ആംബുലൻസ് ഡ്രൈവർമാർക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ ആംബുലൻസ് ഡ്രൈവർമാരെ പൊന്നാടയണിയിച്ച് റോസാപ്പൂ നൽകിയാണ് ആദരിച്ചത്. കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ CR സന്തോഷ്, നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് മണികണ്ഠൻ, മലങ്കര ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡിക്സൺ എന്നിവരാണ് ഡ്രൈവർമാരെ ആദരിച്ചത്. കുന്നംകുളം നന്മ, ലൈഫ് കെയർ, മദർ ആശുപത്രി, വടക്കുന്നാഥൻ സ്നേഹ, സിറ്റി ആംബുലൻസ്, കുന്നംകുളം കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി, ജനകീയ കമ്മിറ്റി, അൽ അമീൻ തുടങ്ങിയ ആംബുലൻസുകളാണ് രക്ഷാദൗത്യവുമായി വയനാട്ടിലേക്ക് പോയി തിരിച്ചെത്തിയത്. ഡ്രൈവർമാരായ സുശീൽ, ശ്രീബിത്ത്, സൂരജ്, മുബാറക്, നസീം, ജോബ്, വിനിൽ, നിഷാദ്, റജി, സുരേഷ്, മുഹമ്മദ്, വിഷ്ണു, രമേഷ്, ഷമീർ, ആൽവിൻ, ശ്രീഹരി എന്നീ ആംബുലൻസ് പ്രവർത്തകരെയും കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സിവിൽ ഡിഫൻസ് അംഗങ്ങളായ മുഹസിൻ, സുഹൈൽ, വിഷ്ണു, അനിൽ, സലീം എന്നിവരെയും ആദരിച്ചു. ഓൾ കേരള ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഷജീർ, കുന്നംകുളം സോണൽ സെക്രട്ടറി ജിബിത്ത്, ട്രഷറർ സജീഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റസാഖ്, കബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുളപ്പള്ളി ന്യൂ പവേഴ്സ് ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ വയനാട്ടിലേക്ക് അവശ്യ സാധനങ്ങൾ എത്തിച്ചു. ചൊവ്വാഴ്ച രാത്രിയാണ് അവശ്യ സാധനങ്ങളുമായുള്ള ലോറി വയനാട്ടിലേക്ക് പുറപ്പെട്ടത്.
ബുധനാഴ്ച ഉച്ചയോടെ മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂളിലെത്തി അവശ്യ സാധനങ്ങൾ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ക്ലബ് അംഗങ്ങൾ കൈമാറി. കുളപ്പുള്ളിയിലെ ഒരു കൂട്ടം യുവാക്കളുടെ കൂട്ടായ്മയാണ് ന്യൂ പവേഴ്സ് ക്രിക്കറ്റ് ക്ലബ്ബ്. സേവ് വയനാട് എന്ന ആശയത്തോടെയാണ് ക്ലബ്ബ് ഇത്തരം ക്യാമ്പയിന് ആരംഭം കുറിച്ചത്. അവശ്യവസ്തുക്കൾ ദുരന്തബാധിത മേഖലയിലെ ക്യാമ്പുകളിൽ നേരിട്ടെത്തിക്കുക എന്നതായിരുന്നു ക്ലബിന്റെ ലക്ഷ്യം. ഇതിനായി കാർമൽ സ്കൂളിന് സമീപം ഒരു കളക്ഷൻ സെന്ററും ആരംഭിച്ചിരുന്നു. ഷൊർണൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും സുമനസ്സുകളുടെ സഹായത്തോടെ പരമാവധി അവശ്യ സാധനങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. പ്രവാസികളും കാര്യമായി സംഭാവന നൽകി. 4 ദിവസം കൊണ്ട് ഒരു ലോറി നിറച്ച് അവശ്യ സാധനങ്ങളാണ് ക്ലബ് അംഗങ്ങൾ ശേഖരിച്ച് ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ് വയനാട് ഉരുൾപൊട്ടൽ. വൻ ദുരന്തത്തിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലാണ് വയനാട്. ദുരന്തത്തിനിരയായവരുടെ അതിജീവനത്തിന് കരുത്ത് പകരുന്ന ഒരു പ്രദേശം തൃശൂർ ജില്ലയിലുമുണ്ട്. തൃശൂർ വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ തലയെടുപ്പോടെ നിന്നിരുന്ന സ്ഥലമാണ് കുറാഞ്ചേരി. നനച്ചിരിക്കാത്ത നേരത്ത് കുറാഞ്ചേരിയിലുണ്ടായ ഉരുൾപൊട്ടൽ കവർന്നത് 19 ജീവനുകളാണ്. 2018 ഓഗസ്റ്റ് 16 അതിരാവിലെയായിരുന്നു ദുരന്തം. കുറാഞ്ചേരിയിലെ മലയിടുക്കിൽ നിന്നും ഇടിഞ്ഞെത്തിയ മണ്ണ് തകർത്തത് 10 വീടുകളാണ്. അപകടത്തിൽപ്പെട്ട ജീവിതത്തിലേക്ക് തിരിച്ചുവന്നത് 2 പേർ മാത്രം. അതിലൊരാളാണ് PV സജി. ദുരന്തത്തിൽ സജിക്ക് നഷ്ടമായത് 10 വയസ്സുള്ള മകൾ ഏഞ്ചലിനെയും അമ്മ റോസിയെയുമായിരുന്നു. വീടിൻ്റെ കോൺക്രീറ്റ് പാളികൾക്കിടയിൽപ്പെട്ട സജി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഐസ്ക്രീം കട നടത്തിയിരുന്ന സജിയുടെ കടയും വീടുമെല്ലാം ഉരുൾ എടുത്തു. ദുരന്തശേഷം തൻ്റെ നേർക്ക് നീണ്ട സഹായഹസ്തങ്ങളുടെയും ചേർത്തു നിർത്തലുകളുടെയും കരുത്തിൽ ഐസ്ക്രീം കട വീണ്ടും ആരംഭിച്ചു. ജീവിതം പതിയെ തിരിച്ചുപിടിച്ചു. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വേദന മാറിയിട്ടില്ലെങ്കിലും കുറാഞ്ചേരി മടങ്ങിവരവിൻ്റെ പാതയിലാണ്. ഏതു ദുരന്തത്തെയും കേരളം ഒറ്റക്കെട്ടായി അതിജീവിക്കുമെന്നതിൻ്റെ നേർസാക്ഷ്യം കൂടിയാണ് കുറാഞ്ചേരി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മിനിയേച്ചർ തയ്യാറാക്കിയിരിക്കുകയാണ് തൃശൂർ സ്വദേശിയും ശില്പിയുമായ ഡാവിഞ്ചി സുരേഷ്. 16 അടി നീളത്തിലും 4 അടി വീതിയിലും നിർമ്മിച്ച ഉരുൾപൊട്ടൽ രേഖാശില്പം ഒറ്റനോട്ടത്തിൽ തന്നെ ദുരന്തത്തിന്റെ വ്യാപ്തി ബോധ്യപ്പെടുത്തുന്നു. ദുരന്തങ്ങൾ ഓരോ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വെള്ളരിപ്പാറയിൽ നിന്ന് തുടങ്ങി പുഞ്ചിരിമട്ടവും മുണ്ടക്കൈ പ്രദേശവും കടന്ന് വെള്ളാർമല സ്കൂളും പിന്നിട്ട് ചൂരൽമല വരെ 7 കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന പ്രദേശത്തിന്റെ പ്രധാന ഭാഗം മാത്രമാണ് മിനിയേച്ചറിൽ ഉള്ളത്. 5 ദിവസം കൊണ്ടാണ് ആ മിനിയേച്ചർ പൂർത്തീകരിച്ചത്. സ്ക്വയർ പൈപ്പ്, പ്ലൈവുഡ്, 4x ഷീറ്റ്, പോളിഫാം, യൂഫോം ഫൈബർ, അലങ്കാരച്ചെടികൾ, ചെറിയ കല്ലുകൾ, കളിക്കോപ്പുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 4 അടി വീതിയും 16 അടി നീളവുമുള്ള ഒരു ബേസ്മെൻറ്റിലാണ് നമ്മളിത് പണിതിരിക്കുന്നത്. 2 പ്ലൈവുഡിലാണ്, 8x4 പ്ലൈവുഡിൽ 16 അടിയോളം നീളത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. ഇത് പോളിഫോമും അതുപോലെ തന്നെ ഫൈബറും കുറേ കല്ലുകളും മിനിയേച്ചറുകളും അങ്ങനെ കുറേ വീടുകളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ ഏകദേശം ഒരു 5 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ പണി തീർത്തത്. ഉരുൾപൊട്ടലിൻ്റെ ഭീകരത എല്ലാ ജനങ്ങളെയും ഒറ്റ കാഴ്ചയിൽ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മിനിയേച്ചറാണിത്. മാർഗമേതായാലും ദുരിതാശ്വാസ നിധിയിലേക്ക് വേണ്ടിയുള്ള ധനസമാഹരണമാണ് ലക്ഷ്യം. സുമനസ്സുകൾ ഇത് ഏറ്റെടുക്കുമെന്നാണ് സുരേഷ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച KB ജയദാസിന് സ്വീകരണം നൽകി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുള്ളൂർക്കര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് യൂണിറ്റ് മെമ്പർ കൂടിയായ KB ജയദാസിന് സ്വീകരണം നൽകിയത്. യൂണിറ്റ് പ്രസിഡന്റ് KM മുഹമ്മദ് അധ്യക്ഷനായ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി PM ഹംസ സ്വാഗതം പറഞ്ഞു. യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ PS രാഘവൻ, CM ഷംസുദ്ദീൻ, യൂണിറ്റ് സെക്രട്ടറി CS നൌഫൽ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. യൂണിറ്റ് വനിതാ വിംഗ് പ്രസിഡന്റ് ധന്യ ഷിബു,
വൈസ് പ്രസിഡന്റ് MK ഗോപിനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. KB ജയദാസ് മറുപടി പ്രസംഗം നടത്തി. യൂണിറ്റ് ട്രഷറർ KM പ്രേമൻ പരിപാടിക്ക് നന്ദി പറഞ്ഞു. ചടങ്ങിൽ വെച്ച് പ്രളയ ദുരിതത്തിൽ ബാധിതരായ മുള്ളൂർക്കര യൂണിറ്റിലെ വ്യാപാരികൾക്ക് സംഘടനയുടെ സാമ്പത്തിക സഹായവും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. AKPA ചേലക്കര മേഖലയും കൊണ്ടാഴി ഗ്രാമീണ വായനശാലയും സംയുക്തമായി നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നല്ല സുമനസ്സുകളായ ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ട്. ആ സുമനസ്സുകളാണ് ഇവിടെ കാണുന്നത്. അവിടെയൊക്കെ തന്നെയാണ് ദൈവം. ഇവരൊക്കെ തന്നെയാണ് ദൈവം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ബെഡ് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു. അവിടെ 34 കുട്ടികളുണ്ട്. കുട്ടികളെന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രായപൂർത്തിയായി, പക്ഷെ കുട്ടികളെക്കാൾ അത്ര പ്രായം ആവാത്ത രീതിയിലാണ് അവരുടെ പെരുമാറ്റങ്ങളൊക്കെ തന്നെ. അപ്പൊ അവിടെ മെഡിക്കൽ ക്യാമ്പ് വെച്ചപ്പോൾ 7 കുട്ടികൾക്ക് കണ്ണിന് കാഴ്ച കുറവ് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കണ്ണട തരാനായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു സുമനസ് തയ്യാറായി വന്നു. അത് തയ്യാറാക്കി അടുത്ത ദിവസം അത് കൊടുക്കാനായിട്ട് സാധിക്കും. മലപ്പുറം ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. പരിപാടിയിൽ AKPA മേഖലാ സെക്രട്ടറി അജയൻ സ്വാഗതം പറഞ്ഞു. കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് 6ാം വാർഡ് മെമ്പർ ശിവൻ, കൊണ്ടാടി ഗ്രാമീണ വായനശാല സെക്രട്ടറി M പ്രേംകുമാർ, മലപ്പുറം ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ PRO അശോകൻ, ചീലക്കര മേഖലാ ട്രഷറർ സനിൽ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. JCI കുളപ്പള്ളി ചാപ്റ്ററും ഷൊർണൂർ അക്കൗണ്ട്സ് സോണും മാധ്യമപ്രവർത്തകർക്ക് കുടകൾ നൽകി. രാവിലെ ഷൊർണൂരിൽ വെച്ചായിരുന്നു കുട വിതരണം. JCI കുളപ്പള്ളി ചാപ്റ്ററും ഷൊർണൂർ അക്കൗണ്ട്സ് സോണും ചേർന്ന് ഷൊർണൂരിലെ മാധ്യമപ്രവർത്തകർക്കാണ് കുടകൾ വിതരണം ചെയ്തത്. മാധ്യമപ്രവർത്തകരായ V അനൂപ്, നന്ദകുമാർ വാണിയംകുളം, M മണികണ്ഠൻ, K നിതീഷ്, ഹരികൃഷ്ണൻ എന്നിവർ കുടകൾ ഏറ്റുവാങ്ങി. JCI കുളപ്പള്ളി ചാപ്റ്റർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഇബ്രാഹിം, അഷ്മിൽ, അക്കൗണ്ട്സ് സോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് മേധാവി ഷഹീം, ഡയറക്ടർ ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. സമൂഹത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ, അതിൽ സംശയമില്ല. അപ്പോൾ ഞങ്ങൾ ഇത്തവണ ഞങ്ങൾ ഘട്ടം ഘട്ടമായിട്ടൊരു പദ്ധതി കൊണ്ടുവന്നത് ഈ വർഷക്കാലത്ത് ഈ മഴക്കാലത്ത് ഇവർക്ക് വേണ്ട, ഇവരുടെ ഈ പോരാട്ടത്തിൽ ചുക്കാൻ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു കൊടയായിട്ട് ഞങ്ങളിവിടെ ഇവരെ കൂടെ നിൽക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിന് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് നമ്മൾ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ, അതുപോലെ തന്നെ ചെറുതുരുത്തിയിലുള്ള എല്ലാ പ്രസ് മെമ്പേഴ്സിനും ഞങ്ങൾ 1ഉം 2ഉം ഘട്ടങ്ങളായി കൊട വിതരണം നൽകി. അതിനുശേഷമാണ് നമ്മളിപ്പോൾ ഷൊർണൂരുള്ള എല്ലാ പ്രസ് മെമ്പേഴ്സിനും നമ്മൾ ഈ കൊട നൽകുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കല്ലൂർ കല്ലമ്പാക്ക ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ഇല്ലംനിറ ഭക്തിസാന്ദ്രമായി. കല്ലൂർ മാടമന ശശി എമ്പ്രാന്തിരിയുടെ കാർമ്മിത്വത്തിലാണ് ക്ഷേത്രത്തിൽ പൂജകൾ നടന്നത്. നിരവധി ഭക്തജനങ്ങൾ ഇല്ലംനിറ മഹോത്സവത്തിൽ പങ്കെടുത്തു. രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹോമത്തിനു ശേഷം ക്ഷേത്രമാൽത്തറയിൽ നിന്നും പ്രദക്ഷിണമായി കതിരെഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് നിറക്കതിർ പൂജ, പുത്തരി പായസ നൈവേദ്യം, ഉച്ചപൂജ എന്നിവയും ഉണ്ടായി. പൂജയ്ക്കു ശേഷം പുത്തിരി പായസം, നിറകതിർ എന്നിവ ഭക്തർക്ക് വിതരണം ചെയ്തു. നിരവധി ഭക്തരാണ് ഇല്ലംനിറ മഹോത്സവത്തിന്റെ ഭാഗമായത്. ക്ഷേത്രത്തിന്റെ മേൽശാന്തി ശശി എമ്പ്രാന്തിരി, അതുപോലെ തന്നെ ശ്രീനാഥ് തുടങ്ങിയിട്ടുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ ക്ഷേത്രത്തിലെ ഈ നിറകതിരിന് ശേഷം കതിർ പൂജയൊക്കെ കഴിഞ്ഞ് പുത്തരി പായസം ഭഗവതിക്ക് നിവേദിച്ച് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിതരുടെ പുനരുജ്ജീവനത്തിനായി തന്റെ അംഗത്വ കാലാവധി പൂർത്തിയാകുന്നതുവരെയുള്ള മുഴുവൻ ഓണറേറിയവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ സന്നദ്ധത അറിയിച്ച് മാതൃകയായി ജനപ്രതിനിധി. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനില വിജേഷാണ് അംഗത്വ കാലാവധി പൂർത്തിയാകുന്നതുവരെയുള്ള മുഴുവൻ ഓണറേറിയവും നൽകുവാൻ സന്നദ്ധത അറിയിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് സമ്മതപത്രം കൈമാറിയത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KA അൻസാറിന് തന്റെ പ്രതിമാസ ഓണറേറിയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുകയും താൻ ജനപ്രതിനിധിയായി തുടരുന്നത് വരെയുള്ള ഓണറേറിയം നൽകാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് രേഖാമൂലം എഴുതിയ കത്തും പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകി. മുള്ളൂർക്കര പഞ്ചായത്തിലെ ആച്ചൂർ ബ്ലോക്കിൽ നിന്നുള്ള CPI പ്രതിനിധിയാണ് അനില വിജീഷ്. ചടങ്ങിൽ ഭർത്താവ് മുള്ളൂർക്കര CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയായ വിജീഷ് അള്ളനൂരും ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഒരു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ആറ്റൂർ ഡിവിഷൻ മെമ്പർ എന്ന നിലയിൽ എന്നാൽ കഴിയുന്ന സഹായം എന്ന് പറയുന്നത് ഇതിൻ്റെ ഓണറേറിയമാണ്. അത് ഞാൻ വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ നമ്മുടെ ഈ ജനപ്രതിനിധി സ്ഥാനം അവസാനിക്കുന്നത് വരയ്ക്കും
8,500 രൂപയാണ് നമ്മുടെ ഓണറേറിയം. അത് ഞാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. വാണിയംകുളം പുലാച്ചിത്ര ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ഗിരീഷ് ശാന്തിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ആഴ്ച പുലർച്ചെ മഹാഗണപതി ഹോമത്തിന് ശേഷമായിരുന്നു ആനയൂട്ട്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഒറ്റപ്പാലയിൽ പൂത്ത കാവ്യസംഗീതങ്ങൾ ഓഡിയോ റിലീസ് ഓഗസ്റ്റ് 10 നടക്കും. വൈകിട്ട് 4 കൊട്ടാരം റെസിഡൻസി ഓഡിറ്റോറിയത്തിലായിരിക്കും ഒറ്റപ്പാലത്തിന്റെ ചരിത്ര ഡോക്യുമെന്ററി ആൽബത്തിന്റെ ഓഡിയോ റിലീസ് നടക്കുകയെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒറ്റപ്പാലത്തിന്റെ ഉദ്ഭവകാല ചരിത്രമാണ് ഒറ്റപ്പാലയിൽ പൂത്ത കാവ്യസംഗീതങ്ങൾ എന്ന ഡോക്യുമെന്ററി ആൽബഗാനത്തിലുള്ളത്. ജാഫർജിയാണ് രചന. പ്രശസ്ത സംഗീത സംവിധായകൻ വിദ്യാധരന്റേതാണ് സംഗീതം. പിന്നണി ഗായകൻ വിജേഷ് ഗോപാലും വാണി നേത്തിയരുമാണ് ഗാനാലാപനം നിർവഹിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലം ഫിലിം അക്കാദമിയാണ് നിർമ്മാണം. പ്രകാശന ചടങ്ങിന്റെ ഉദ്ഘാടനം VK ശ്രീകണ്ഠൻ MP നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഒറ്റപ്പാലം ചരിത്രം ഓഡിയോ സോങ് K പ്രേംകുമാർ MLA, കവി PT നരേന്ദ്രമേനോൻ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്യും. അതിന്റെ സ്വിച്ച് ഓൺ നിർവഹിക്കുന്നത് ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് പ്രേംകുമാറാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് VK ശ്രീകണ്ഠനാണ്. ഈ ഒറ്റപ്പാലം ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അതുപോലെ തന്നെ ഭരണാധികാരികൾ, അതുപോലെ തന്നെ സാംസ്കാരിക കലാരംഗത്തെ സാമൂഹ്യ രംഗത്തെ സാംസ്കാരിക പ്രതിഭകളൊക്കെ തന്നെ ഉള്ള ഒരു ഒറ്റപ്പാലത്തിൻ്റെ ചരിത്രത്തിൽ അവരെയൊക്കെ തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവരിലൂടെയാണ് നമ്മൾ ഈ CD പ്രകാശനം ചെയ്യുന്നത്. അവരാണ് ഏറ്റുവാങ്ങുന്നത്. ഇത് CD കൊടുക്കുന്നത് സ്റ്റീഫൻ ദേവസ്യം, അതുപോലെ തന്നെ PT നരേന്ദ്രനാണ്. അത് ഏറ്റുവാങ്ങുന്നത് മുൻ MLAയും MP-മാരും അതുപോലെ തന്നെ സിനിമാ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ. സംഘാടക സമിതി ചെയർമാൻ R മധുസൂദനൻ, കൺവീനർ TP പ്രദീപ് കുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ PK ശശികുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വെള്ളിയാഴ്ച നാട്ടിലേക്ക് വരാനിരിക്കെ ചാവക്കാട് പുത്തൻ കടപ്പുറം സ്വദേശി അബുദാബിയിൽ മരിച്ചു. തിരുവത്ര പുത്തൻ കടപ്പുറം അമ്പലത്ത് വീട്ടിൽ 41 വയസ്സുള്ള അബ്ദുൾ മുനീമാണ് മരിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 1 വർഷം മുമ്പാണ് മുനീം അവസാനമായി നാട്ടിൽ വന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ മുതലാളിത്തത്തിന്റെ കാൽക്കീഴിൽ വയ്ക്കുന്ന നിശബ്ദവും മാരകവുമായ വിഷമാണ് കേന്ദ്ര ബജറ്റെന്ന് CPM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ബജറ്റ് കേരളത്തിലേക്ക് എത്തിനോക്കുക പോലും ചെയ്തില്ല. കേരള വിരുദ്ധ കേന്ദ്ര ബജറ്റ് എന്ന തലക്കെട്ടിൽ പാലക്കാട്ട് CITU ജില്ലാ കമ്മിറ്റിയുടെ ബജറ്റ് പ്രഭാഷണം. പട്ടാമ്പിയിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ മാനേജരും അസിസ്റ്റന്റ് മാനേജരും അറസ്റ്റിൽ. പിടിയിലായത് ഒറ്റപ്പാലം സ്വദേശി ഹരീഷ്, വെളത്തൂർ സ്വദേശി രജീഷ് എന്നിവർ. ഇരുവരും ചേർന്ന് നടത്തിയത് 77 ലക്ഷം രൂപയുടെ തട്ടിപ്പ്. പാലക്കാട് മുതലമടയിൽ വീട്ടമ്മയുടെ മാല കവർന്ന കേസിൽ കാപ്പ ചുമത്തി നാടുകടത്തിയ പ്രതി ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. മലമ്പാമ്പിനെ കൊന്ന കറിവെച്ച സംഭവത്തിൽ തളിയക്കോണം സ്വദേശിയായ യുവാവ് വനംവകുപ്പിന്റെ പിടിയിൽ. കരാർ നിയമനങ്ങൾക്കെതിരെ തെരുവിലിറങ്ങി ഭരണത്തിലേറിയവർ പിൻവാതിൽ നിയമനത്തിൽ റെക്കോർഡ് സൃഷ്ടിച്ചെന്ന് കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ കണ്ടീജന്റ് എംപ്ലോയീസ് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി തമ്പി കണ്ണാടൻ. പാലക്കാട്ട് KM and CCEC ജില്ലാ സമ്മേളനം. ശുചീകരണ തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരാക്കണമെന്ന് സമ്മേളനം. അനങ്ങൻമലയിൽ വരോട് മേഖലയിലെ ക്വാറി പ്രവർത്തനത്തിനെതിരെ ഒറ്റപ്പാലം നഗരസഭ സർക്കാരിനെ സമീപിക്കും. വിവിധ വകുപ്പുകൾ നൽകിയ അനുമതി പുനഃപരിശോധിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടാൻ കൗൺസിൽ തീരുമാനമെടുത്തത് ഒറ്റക്കെട്ടായി. തൃശൂർ അരിമ്പൂർ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി പടരുന്നു. 1.5 മാസത്തിനിടെ ഡെങ്കിപ്പനി ബാധിച്ചത് 50ഓളം പേർക്ക്. 14 പേർ ചികിത്സയിൽ. ബോധവൽക്കരണവും ഫോഗിംഗ് ഉൾപ്പെടെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതയിൽ. പട്ടാമ്പി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കർശന നടപടികളും ക്രമീകരണങ്ങളുമായി പോലീസ്. അനധികൃത പാർക്കിങ്ങിനും വഴിയോര കച്ചവടങ്ങൾക്കുമെതിരെ പിഴ ഉൾപ്പെടെ ശിക്ഷാ നടപടികൾ തുടങ്ങി. ഗതാഗതക്കുരുക്കുണ്ടാക്കുന്ന അനധികൃത വഴിയോര കച്ചവടം അനുവദിക്കില്ലെന്ന് പോലീസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.